ഗുഡ് ആഫ്റ്റർനൂൺ. നേരെ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നമ്മൾ അർജുനെ കാത്ത് നാട്. അവരോട് പറയുന്നുണ്ട് ആ സ്ഥലത്ത് വണ്ടി ഉണ്ട്, ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾക്കിപ്പോൾ ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു. മണ്ണെടുക്കുന്നുണ്ട്. അത് റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മണ്ണെടുക്കലാണ്. കൂടുതൽ മണ്ണിടിയെന്നാണ് പറയുന്നത്. കനത്ത മഴയെ തുടർന്ന് കർണാടകയിലെ അങ്കോലയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് കക്കോടി സ്വദേശി അർജുൻ അടക്കം 15ഓളം പേരാണ് 4 ദിവസമായി മണ്ണിനടിയിൽ കുടുങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ റിംഗ് ചെയ്ത അർജുന്റെ ഫോൺ നമ്പർ കർണാടക സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. തെരച്ചിലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് നമുക്കൊപ്പം. അരുൺ പൂപ്പറമ്പ, വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ്. ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോഴും ആ ദൗത്യത്തിന് മുന്നിലുണ്ട്. അതിനിടയിലും പ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ഒരു ശുഭവാർത്ത. GPS നിന്നുള്ള വിവരങ്ങൾ, കുടുംബം ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്ന, കൈമാറിയിരിക്കുന്ന വിവരങ്ങൾ, അതൊക്കെ പ്രതീക്ഷ നൽകുന്നുണ്ട്. തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ആ തെരച്ചിലിന്റെ സ്വഭാവം എങ്ങനെയാണ്? രക്ഷാദൗത്യം ഏത് ഘട്ടത്തിലാണ്? അരുൺ പൂപ്പറമ്പ. അറീജിത്ത്, ഒരു ഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നമ്മൾ നിരന്തരമായി വാർത്ത നൽകി, അതായത് ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ച് അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമല്ല എന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് കേരള സർക്കാരിന്റെ ഭാഗത്തുൾപ്പെടെ കടുത്ത സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്നാണ് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വീണ്ടും പോലീസിന് കർശനമായിട്ടുള്ള നിർദ്ദേശം അല്പസമയം മുമ്പ് നൽകുകയും നിലവിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ അർജുൻ കുടുങ്ങിയിരിക്കുന്നുവെന്ന് കരുതുന്ന ആ വശത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ JCB ഉപയോഗിച്ചാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്നത്. കൂടുതൽ വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളെ കൂടി കൂടുതൽ തൊഴിലാളികളെ അല്പസമയം മുമ്പ് അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് പ്രാദേശികമായിട്ട് ലഭിക്കുന്ന വിവരം. അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ നേവിയുടെ സംഘം ഉൾപ്പെടെ അങ്ങോട്ട് എത്തിച്ചേരും. അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനമായി ഉടൻ തന്നെ എത്തിച്ചേരും എന്നതാണ് പറയുന്നത്. റീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ അത് ഇതിന് ഈ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാകുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ JCBയും അതോടൊപ്പം തന്നെ ആൾക്കാർ, ഈ രക്ഷാപ്രവർത്തകരും ചേർന്ന് ഈ മണ്ണ് നീക്കം ചെയ്താൽ എത്ര തന്നെ ശ്രമിച്ചാലും ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ല, അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് അതിന് ബുദ്ധിമുട്ടുണ്ട്, പരിമിതിയുണ്ട് എന്നതാണ് അവിടുന്ന് പ്രാദേശികമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇത് നീക്കം ചെയ്യുന്നതിനും ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. അതിന് നടപടികൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇത് നേരിട്ട് ഇത് ഏകോപിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ മറ്റൊരു കാര്യം എന്നുള്ളത്, ഇത് ദേശീയപാതയിലെ മണ്ണല്ല. ആ മണ്ണ് ഏകദേശം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ആ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആ മണ്ണ് നീക്കം ചെയ്ത് അത് ചെളി മാത്രമാണ് ഇനി നീക്കം ചെയ്യാനുള്ളത്. അതിന് വലതുവശത്തുള്ള വലിയ മൺകൂനയാണ്. ആ കുന്ന് തന്നെ ഇങ്ങനെ ഇടിഞ്ഞ് ഒരു വശത്തേക്ക് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രാദേശികമായി നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ഇതിന് മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ വീണ്ടും ഈ വെള്ളം താഴോട്ട് ഒലിച്ചിറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ മണ്ണും ഈ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചളി നിറഞ്ഞ മണ്ണ് കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിൽ ചളി കട്ടപ്പിടിച്ച് അവിടെ നിൽക്കുകയാണ്. ഇത് ഇനി എത്രത്തോളം വേഗത്തിൽ മാറ്റാൻ കഴിയും എന്നുള്ളതാണ് നോക്കേണ്ടത്. മറ്റൊരു സാധ്യത കൂടിയുള്ളത്, ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോഴല്ല ഈ മണ്ണിടിഞ്ഞ് വാഹനങ്ങളുടെ മുകളിലേക്ക് വീണത് എന്ന ഒരു നിഗമനത്തിൽ എന്തായാലും എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ റോഡരികിൽ നിർത്തിയിട്ട് വിശ്രമിക്കുന്ന സമയത്താണ് ഈ പെട്ടെന്ന് അപകടമുണ്ടായത്. അങ്ങനെ വിശ്രമിച്ചവരുടെ മുകളിലേക്കാണ്, ആ വാഹനങ്ങളുടെ മുകളിലേക്കാണ് ഈ മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത്. നേരത്തെ കണ്ടെത്തിയ മൃതദേഹങ്ങളും ആ തരത്തിൽ തന്നെയായിരുന്നു. ഒരു കുടുംബത്തിൽ 5 പേർ, അതോടൊപ്പം തന്നെ ഒരു ടാങ്കർ ലോറി, 2 ബൈക്കുകൾ. ഈ രീതിയിൽ 12 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവരെല്ലാം അവിടെ വിശ്രമിച്ചവരാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അർജുനും ഈ വാഹനം നിർത്തിയിട്ട് അവിടെ ഈ രാവിലെ സമയത്ത് ഒരുപക്ഷെ ഉറങ്ങുകയോ അല്ലെങ്കിൽ വിശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. ആ സമയത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ 12 പേരിൽ 4 പേരുടെ മൃതദേഹം ലഭിച്ചത് ഈ പുഴയിൽ നിന്നാണ്.
അത്തരത്തിൽ ഇതിൽ അകപ്പെട്ടിട്ടുള്ള കൂടുതൽ പേർ ഈ പുഴയിലേക്ക് അപകടത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന സാധ്യത എന്തായാലും അവർ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ടാണ് ഈ നേവിയുടെ സഹായം ഉൾപ്പെടെ തേടിയിട്ടുള്ളത്. കനത്ത മഴയും ആ പുഴ കരകവിഞ്ഞൊഴുകിയിട്ടുള്ളത്. അതുകൊണ്ട് നിലവിൽ അവിടുത്തെ സംവിധാനം വെച്ച് ആ പുഴയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെരച്ചിൽ നടത്താനോ സാധ്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ നേവിയുടെ ഉൾപ്പെടെ സഹായം തേടിയിട്ടുള്ളത്. നിലവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉൾപ്പെടെ ഇതിൽ ഇടപെടൽ തുടർന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ ഉന്നതതല ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെയാണ് ഈ തെരച്ചിൽ പുനരാരംഭിച്ചത്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം കാര്യമായി മുന്നോട്ട് പോകൂ. അത് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, അരുൺ പൂപ്പറമ്പ് വിവരങ്ങൾ നൽകുകയായിരുന്നു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണം എന്നുള്ള ആവശ്യം കർണാടകയ്ക്ക് മുമ്പിൽ കേരളം വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അടക്കം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അർജുന്റെ ഫോൺ ഇന്നലെ രാത്രി വരെ റിംഗ് ചെയ്തിരുന്നുവെന്ന് അർജുന്റെ ഭാര്യ പറയുന്നു. അർജുൻ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷയെന്നും ഭാര്യ കൃഷ്ണപ്രിയ 24-നോട് പറഞ്ഞു. ഭാര്യയുടെ വാക്കുകൾ കേൾക്കാം. പിന്നെ ഇവരും പറയുന്ന ഹൈവേ ക്ലിയർ ചെയ്യാന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്, അവരെ പോലീസുകാരുടെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ സ്ഥലം, ഞങ്ങൾ GPS ലൊക്കേഷനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലം ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ആ വണ്ടി കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം. ഇത് പറഞ്ഞ പോലെ ഞങ്ങൾ GPS ലൊക്കേഷനൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഇവർ ട്രൈ ചെയ്യുന്നില്ല, മണ്ണ് മാറ്റാൻ അവർക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. കാലാവസ്ഥ മോശമാണ്. പക്ഷേ ഞങ്ങൾ കുറേ അവരോട് പറയുന്നുണ്ട് ആ സ്ഥലത്ത് വണ്ടി ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾക്കിപ്പോൾ ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു, എന്നിട്ട് സ്വിച്ച് ഓഫ് ആയി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റേഞ്ച് കിട്ടുമ്പോൾ ഇങ്ങനെ ഫോൺ ഓൺ ആവുന്നതായിരിക്കും, അതിൽ ട്രൈ ചെയ്യുന്നുണ്ടാവും ആൾ ഞങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ മണ്ണ് മാറ്റണം, ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. മുബീൻ എന്ന് പറയുന്ന മുതലാളിയും അർജുനും കൂടെ 3:30 വരെ സംസാരിച്ച് 3:30 മുബീൻ പറഞ്ഞ അർജുൻ ഉറങ്ങിക്കുമെന്ന്. അല്ല, ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ചുകൂടെ ഒരു 5 മണി വരെ യാത്ര ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് ഇവരെല്ലാവരും കുറച്ച് വേറെ വണ്ടിക്കാരും കൂടെ ആ സ്ഥലത്ത് ഇവൻ്റെ കൂടെ വിശ്രമിച്ചിട്ടുണ്ട്. അതിൽ സവാദ് എന്ന് പറഞ്ഞ ഡ്രൈവർ ഇവരെ കമ്പനിയുള്ളതല്ല, അവിടുന്ന് മരം എടുത്ത ആളാണെന്ന് തോന്നുന്നു. ഇവരെ കൂടെ അവിടെ കണ്ടുണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ ഓരൊക്കെ പോയി ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഇത് സംഭവിക്കുന്നത്. ആ സമയത്ത് മോൻ അവിടുന്ന് പോയിട്ട് എവിടെയെങ്കിലും എത്താനോ പിന്നെ എങ്ങോട്ടേ മാറാനോ ഒന്നും ഒരു സമയമായിട്ടില്ല. ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് മുഴുവൻ കിടക്കുന്നത്. ഇവരിപ്പോഴും ലെഫ്റ്റ് സൈഡാണ് ക്ലിയർ ചെയ്യുന്നത്. ഇവിടെയാണ് വണ്ടി ഉള്ളതെന്ന് മെനയാന്ന് മുതൽ അവർ പറഞ്ഞിട്ടും ഇതുവരെ ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് കിടക്കുന്നത്. ഇതിന്റെ അടിയിലാണ് അവൻ കുടുങ്ങി കിടക്കുന്നത്. അവിടെയാണ് ലാസ്റ്റ് GPS കാണിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അവർ ലെഫ്റ്റ് സൈഡിലാണ് മണ്ണ് നീക്കുന്നത്. ഏറ്റവും പുതിയ വിഷയം. തെരച്ചിൽ കാര്യക്ഷമമല്ലെന്നും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്നും ലോറി ഉടമ മനാഫും 24-നോട് പറഞ്ഞു. 3 ദിവസമായി വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല എന്നും മനാഫ് കുറ്റപ്പെടുത്തി. രക്ഷാപ്രവർത്തനം വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. നമ്മളെ വണ്ടി രക്ഷിക്കാനുള്ള ഒരു ഇതല്ല ഇപ്പൊ നടക്കുന്നത്. റോഡ് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഇവരെ പ്രയോറിറ്റി. കഴിഞ്ഞ 3 ദിവസമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ആള് ജീവനോടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ വിശ്വാസം. കാരണം ഇന്നലെയും ഫോണ് ഓണായി ഓഫായി 2 പ്രാവശ്യം ഓരോ വൈഫ് പറയുന്നുണ്ട് റിങ് ചെയ്തിക്കണ് ഫോൺ എന്നുള്ളത്. ഇന്ന് രാവിലെയും ഫോൺ ഒന്ന് ഓണായിക്കണ് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. അർജുനായി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കുടുംബവും നാടും. അർജുന്റെ വീട്ടിൽ നിന്നും അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എത്ര പേരാണ് അപകടത്തിൽപ്പെട്ടതെന്നോ എത്ര വാഹനങ്ങൾ ആ മണ്ണിനടിയിലുണ്ട് എന്നോ ഈ അപകടത്തിൽപ്പെട്ടവർ പുഴയിലേക്ക് ഒഴുകിപ്പോയോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളുള്ള ഒരു ഘട്ടമാണ്. പൂർണ്ണമായൊരു വ്യക്തത വരുത്താൻ ഇപ്പോഴും രക്ഷാദൗത്യ സംഘത്തിനോ കർണാടക സർക്കാരിനോ ഒന്നും കഴിയാത്ത ഒരു നിലയുണ്ട്. അതിനിടയിൽ കുടുംബം കൈമാറിയിരിക്കുന്ന ഈ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു, അതുപോലെ GPS ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അവരെന്താണ് പ്രതികരിക്കുന്നത് അർജുൻ, വീട്ടുകാർ? TK അർജുൻ സുരക്ഷിതനായി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വീട്, ഈ നാടൊന്നാകെ. അതിന് ഏറ്റവും ആവശ്യം ഏറ്റവും വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ്. ആ രക്ഷാപ്രവർത്തനം അടിയന്തരമായി വളരെ വേഗതയിൽ നടക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉയരുന്നുണ്ട്. ഇന്ന് രാവിലെ ഭാര്യ അർജുനെ ബന്ധപ്പെട്ടപ്പോൾ പോലും ഫോൺ റിങ്ങു ചെയ്തിരുന്നു എന്നാണ് അറിയിക്കുന്നത്. പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഈ അപകടം നടക്കുന്നത് 16-ാം തീയതിയാണ്, അതായത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച.
ചൊവ്വാഴ്ച. അതിന് തൊട്ടു തലേ ദിവസം 15-നും കുടുംബവുമായി ഭാര്യയുമായി അർജുൻ സംസാരിച്ചിരുന്നു. പിന്നീട് 16-ന് ഈ ഒരു അപകടം നടക്കുന്നു. അപകടം നടന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചന കുടുംബത്തിന് ലഭിക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു ഇടപെടൽ ആ തുടക്കഘട്ടത്തിൽ തന്നെ കുടുംബം അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു. ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കുടുംബം ആ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു. ആ രീതിയിലുള്ള ഒരു ഇടപെടൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ ഈ കുടുങ്ങിക്കിടന്ന ലോറി പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പരിശോധിച്ചാൽ അത് ഏറെക്കുറെ സത്യവുമാണ്. കാരണം ഇത്രയും ദിവസം പിന്നിട്ടിരിക്കുന്നു, 3 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ഈ കുടുങ്ങിക്കിടക്കുന്നു അർജുന്റെ വാഹനം കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയിക്കുന്ന ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും അവിടെ നടന്നിട്ടില്ല. മറിച്ച് ഗതാഗത തടസ്സം നീക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ്, അത്തരത്തിലുള്ള നടപടികളാണ് ബന്ധപ്പെട്ടവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഏതായാലും നേവിയെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ആ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുമെന്നുള്ളൊരു ഉറപ്പ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മറുപടി ജനപ്രതിനിധികളൊക്കെ നൽകുന്നുണ്ട്. എന്നാൽ അത് എത്രയും വേഗം, അത് എത്രയും ഉടൻ തന്നെ നടത്തണമെന്ന ആവശ്യം കുടുംബം ആവർത്തിച്ചുന്നയിക്കുന്നുണ്ട്. ഈ നാടൊന്നാകെ ഈ വീട്ടുകാരൊക്കെ ആ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഒരു സാധ്യതയായി നിലവിൽ പറയുന്നത് ഈ വാഹനത്തിലെ എഞ്ചിൻ ഇന്നലെ രാത്രി വരെ ഓണായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു സാധ്യത അല്ലെങ്കിൽ ഈ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഈ ലോറിക്കകത്തുണ്ട്. അർജുന് 3 ദിവസം 4 ദിവസം പിടിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം ലോറിക്കകത്തുണ്ട്. ഭക്ഷണമടക്കം, ഇത് നാഷണൽ പെർമിറ്റ് വാഹനമാണ്, ഭക്ഷണമടക്കം കരുതിക്കൊണ്ടുള്ളൊരു യാത്രയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഒപ്പം തന്നെ ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എയർ കണ്ടീഷൻ സംവിധാനം അടക്കം അതിനകത്തുണ്ടാകും. അങ്ങനെയെങ്കിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത, അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത അർജുനെ സംബന്ധിച്ച് അവിടെയുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തി ഈ അർജുനെ സുരക്ഷിതനായി പുറത്തെത്തിക്കാനുള്ള നടപടി ബന്ധപ്പെട്ടവരിൽ നിന്ന് വേണമെന്ന ആവശ്യമാണ് നിലവിൽ ഈ കുടുംബം ഉന്നയിക്കുന്നത്, ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ഈ അപകടം നടന്നു എന്നറിഞ്ഞ 16-ാം തീയതി തന്നെ, കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ ഈ കുടുംബാംഗങ്ങൾ ചിലർ അവിടേക്ക് പോയിരുന്നു. അവർ അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ അവിടെ നിന്ന് നൽകിയ വിവരങ്ങളിൽ പലതും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു. മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി കാര്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം അർജുന്റെ കുടുംബാംഗങ്ങൾ, അവിടെ പോയ അർജുന്റെ കുടുംബാംഗങ്ങൾ പങ്കുവച്ചിരുന്നു. ഒപ്പം ഈ ലോറി ഉടമയടക്കം അവിടെ പോയിട്ടുണ്ട്, ആ സ്പോട്ടിൽ അവർ ഉണ്ട്. അവർ നമ്മളുമായി സംസാരിക്കുമ്പോൾ അവരും പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: കാര്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ അല്പം മുൻപ് ഒരു വീഡിയോ ദൃശ്യങ്ങൾ അവിടെ നിന്നുള്ളവർ നമുക്ക് അയച്ചു തന്നിരുന്നു. അതിൽ നമുക്ക് വ്യക്തമായി കാണുകയും ചെയ്യാം. ഒരു ഭാഗത്ത് മാത്രമാണ് ഈ മണ്ണു നീക്കൽ പ്രക്രിയകൾ നടക്കുന്നത്. അർജുന്റെ വാഹനം കുടുങ്ങിയെന്ന് കരുതുന്ന ആ ഭാഗത്ത് കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അത് തന്നെയാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള അപകടങ്ങൾ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല രീതിയിൽ പലയിടങ്ങളിൽ, കേരളത്തിലടക്കം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്, ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്, ഏത് രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അങ്ങനെയുള്ള ഒരു ഇടപെടൽ ഇതിൽ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ഒരു തിരച്ചിൽ അവസാനിപ്പിക്കുന്നു. പിറ്റേന്ന് വീണ്ടും ആ തിരച്ചിൽ പുനരാരംഭിക്കുന്നില്ല. പിന്നീടാണ് ഈ അടുത്തുള്ള നദിയിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെ കാര്യമായ രീതിയിൽ ഒരു ഇടപെടൽ തുടക്കത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ഇടപെടലാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നിലവിൽ അവിടെ മണ്ണു നീക്കാനുള്ള പ്രവൃത്തികൾ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നുണ്ട്. അത് കുടുംബത്തെ സംബന്ധിച്ച്, ഈ നാട്ടുകാരെ സംബന്ധിച്ച്, എല്ലാവരെയും സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇനിയും ഒരു അമാന്തം ഉണ്ടാകാൻ പാടില്ല, ഒരു വൈകൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് കുടുംബം ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. അർജുൻ സുരക്ഷിതനായി തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷ അതിവർ കൈവരില്ല. അർജുന്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനുള്ള സമ്മർദ്ദം കേരളത്തിന്റെ ഭാഗത്തു നിന്ന് കർണാടകയ്ക്ക് മേൽ ഉണ്ടാകുന്നുണ്ട്. പ്രതീക്ഷയോടുകൂടി കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ അത് മണിക്കൂറുകൾക്ക് മുമ്പ് ലോറിയുടെ എഞ്ചിൻ ഓണായിട്ടുണ്ട് എന്നുള്ളതാണ്. അർജുൻ്റെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി 2 പ്രതികരണങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതൊന്ന് കോഴിക്കോട് ജില്ലാ കളക്ടറുടേതാണ്. ഉത്തര കന്നഡ ജില്ലാ കളക്ടറുമായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സംസാരിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതായി കളക്ടർ അറിയിക്കുന്നു. കാലാവസ്ഥ മോശമായത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കർണാടക അറിയിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ കളക്ടറെയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ, അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നുള്ള നിലയിലാണ് അത് പുറത്തു വരുന്നത്. മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടു, ഗതാഗത മന്ത്രിയുമായി സംസാരിച്ചു എന്നുള്ള കാര്യവും
മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നുണ്ട്. ചന്ദ്രകുമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അങ്കോളയിലേക്ക് പോയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രകുമാർ, രക്ഷാപ്രവർത്തനം ഒരുപാട് വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും അത് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ താങ്കൾക്ക് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീ ചന്ദ്രകുമാർ? നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, അങ്ങോട്ട് സംഭവ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ രക്ഷാദൗത്യ സംഘവുമായി കർണാടക സർക്കാരുമായി ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ അവർ കൈമാറുന്നുണ്ടോ ശ്രീ ചന്ദ്രകുമാർ? ഇല്ല. ഈ GPS വിവരങ്ങൾ, അതുപോലെ ഈ അർജുൻ രാവിലെ നേരത്തെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ, അതൊക്കെ ഈ ഘട്ടത്തിൽ നമുക്കൊരു പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന വിവരങ്ങളല്ലേ? അതെ. ഈ എത്ര പേരാണ് ഇപ്പോൾ, എത്ര പേരടങ്ങുന്ന സംഘമാണ് അവിടേക്ക് പോകുന്നത്? 4 ആൾക്കാർ. 4 പേർ. എത്ര മണിയോടുകൂടി അവിടെ എത്തുമെന്നാണ് കരുതുന്നത്? ടൈം 6 മണിക്ക്, ഏകദേശം 6 മണിയോട് നമ്മൾ അവിടെ എത്തും. ഈ കാലാവസ്ഥയാണ് വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നതല്ലേ ഈ ദൗത്യം? കാലാവസ്ഥയാണ് ഭയങ്കര. എന്തായാലും താങ്കൾ അടങ്ങുന്ന സംഘം അവിടേക്ക് പോവുക. അവിടെ രക്ഷാദൗത്യത്തിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള സംഘമാണ്. അവർ അവിടേക്ക് പോകുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷം എന്താണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്നുള്ളത് അവർ നമ്മളെ അറിയിക്കുകയും ചെയ്യും. കേരളം പ്രതീക്ഷയോടുകൂടി ഒരു ആശ്വാസ വാർത്തയ്ക്കായി, ഒരു സന്തോഷ വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ്. അവിടെ രക്ഷാദൗത്യം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ പൂപ്പറമ്പ, രക്ഷാദൗത്യം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ചില പരാതികളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. വേണ്ടത്ര രക്ഷാദൗത്യ സംഘത്തിൽ വേണ്ടത്ര ആളുകളില്ല, അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ പരിമിതമാണ് എന്നുള്ള പരാതിയൊക്കെ വീണ്ടും ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ അരുൺ പൂപ്പറമ്പ. അരുൺ പൂപ്പറമ്പയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. അർജുനായുള്ള തെരച്ചിൽ അവിടെ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. അങ്കോലയിൽ മണ്ണിടിച്ചിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട് കേരളം. അടിയന്തര ഇടപെടൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറിക്ക് അത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർണാടക ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ച് വേഗത്തിലുള്ള നടപടിക്ക് അഭ്യർത്ഥിച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കുന്നു. കർണാടക മുഖ്യമന്ത്രിയെ സ്ഥിതിഗതികൾ അറിയിച്ചിട്ടുണ്ടെന്ന് KC വേണുഗോപാൽ MP യും പറഞ്ഞു. നാവികസേനയെ രക്ഷാപ്രവർത്തനത്തിന് എത്തിക്കുമെന്ന് MK രാഘവൻ MP യും പ്രതികരിച്ചു. ചില പ്രതികരണങ്ങളിലേക്ക്. കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്നെ നേരിട്ടാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നത്. കുറച്ച് പ്രതികൂലമായ കാലാവസ്ഥ കുറെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അതിഭയങ്കരമായ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണിത്. കനത്ത മഴയാണ്. അപ്പൊ ചില സമയത്ത് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരികയാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൂടി അപകടത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എങ്കിലും പിന്നെ ആവശ്യമായിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച് ലോ ആൻഡ് ഓർഡർ DGPയുമായി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. റവന്യൂ ഓഫീസേഴ്സ്, കലക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അവിടെ കാലാവസ്ഥ ഇത്തിരി പ്രതികൂലമായ സാഹചര്യമാണുള്ളത്. എങ്കിലും ഡൈവേഴ്സിനെയൊക്കെ അയച്ച് സാധ്യമാകുന്ന എല്ലാ നടപടികളും വണ്ടി ട്രേസ് ചെയ്ത് നടത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാനിപ്പം കുറച്ചു മുമ്പാണ് കർണാടക മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായും സംസാരിച്ചത്. അവരെല്ലാം പറഞ്ഞത് അവിടുത്തെ ഒരു കനത്ത മഴയുടെ പ്രശ്നം അവിടെയുണ്ട്, പ്രതികൂല കാലാവസ്ഥയാണ്. പക്ഷെ ഇന്ന് നേവൽ ടീം അവിടെ ഇറങ്ങും, റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കും. എങ്ങനെ അർജുനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യാനെല്ലാം നടപടി സ്വീകരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന സർക്കാരും പ്രതിപക്ഷ നേതാക്കളും തെരച്ചിലിനായി ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. കർണാടക സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ വ്യാപ്തി ഏത് തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തതയില്ലാതെ നിൽക്കുന്ന ഘട്ടം. അതിനിടയിൽ ചില പരാതികൾ ഉയർന്നു വന്നത്, കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഈ ലോറി ഉടമയുടെ ഭാഗത്തു നിന്നൊക്കെ ചില പരാതികൾ ഉയർന്നു വന്നത്, രക്ഷാദൗത്യത്തിന് വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങളില്ല, അത് വൈകുന്നു എന്നുള്ള പരാതി. അതിനൊക്കെ ഇടയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. സർക്കാരിൻ്റെ ഇടപെടലിനെ ഈ ഘട്ടത്തിൽ എങ്ങനെ കാണാം? എത്രത്തോളം നടപടികൾ വേഗത്തിലാക്കുന്നുണ്ട് അത് ഷഫീദ്? രജിത്ത് സൂചിപ്പിച്ച പരാതി ഉയർന്നപ്പോൾ തന്നെ അർജുനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് രക്ഷാദൗത്യം അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരുമായി ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം നടത്തുന്നുണ്ട്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണുവിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കളക്ടറടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് കളക്ടറടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കലടക്കമുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ
മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാക്കളടക്കം കർണാടക സർക്കാരുമായി ഇതിനോടകം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രക്ഷാദൌത്യത്തിനായി കേരളം ഉദ്യോഗസ്ഥരെ അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘമായിരിക്കും ശിരൂരിലേക്ക് പോവുക. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതിന്റെ അപ്ഡേറ്റ് അത് കർണാടക സർക്കാരിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ എടുക്കുന്നു. മാത്രമല്ല ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തി എന്നുള്ള വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അല്പസമയം മുൻപ് മന്ത്രി PA മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടു, ഗതാഗത മന്ത്രിയുമായി സംസാരിച്ചു, അദ്ദേഹം കാര്യമായി ഇടപെടുന്നുവെന്നും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഇക്കാര്യത്തിൽ ചില ഇടപെടൽ നടത്തുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ സജീവമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അല്പസമയം മുമ്പ് പ്രതികരിച്ചിരുന്നു. രക്ഷാപ്രവർത്തനത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹവും വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മഴ ഇപ്പോഴും വലിയ കാലാവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകുന്നതെന്നാണ് അവർ പറയുന്നത്. പിന്നെ 2 ലൈനിൽ മണ്ണ് വീണിട്ടുണ്ട്. അപ്പോൾ 1 ലൈൻ ക്ലിയർ ചെയ്തു, അതിൽ കൂടെ മാത്രമേ അകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞപ്പോഴാണ് മലയാളി ഉണ്ടെന്നും ഇങ്ങനെ ഒരു ലോറി ഉണ്ടെന്നും ഒക്കെ അവർ അറിയുന്നത്. അവർക്ക് ഇൻഫർമേഷൻ നമ്മൾ വന്നതിന് ശേഷം. വലിയ ലാൻഡ് സ്ലൈഡാണ്, 1-2 വണ്ടിയല്ല പോയെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടു എന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഇടപെടുന്നുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അവിടെ രക്ഷാദൌത്യം ഊർജിതമായി തന്നെ നടക്കുന്നു. ഇപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തകരെ സ്ഥലത്തേക്ക് എത്തിക്കണം എന്നുള്ള ആവശ്യം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് രക്ഷാദൌത്യത്തിൻ്റെ ഭാഗമാകും അവർ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ അതുപോലെ നേവി അതുപോലെ മറ്റ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കേരളം ഒരു ശുഭവാർത്ത കാത്തിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം, അത് ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹവും അക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇടപെടുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ ഭരണകൂടവും അതിന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. മൈക്രോസോഫ്റ്റിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഓൺലൈൻ ബുക്കിംഗ് നിർത്തി വിമാന കമ്പനികൾ. സ്പൈസ് ജെറ്റ്, ആകാശ, ഇൻഡിഗോ തുടങ്ങിയ കമ്പനികളാണ് ഓൺലൈൻ ബുക്കിംഗ് നിർത്തിയത്. എയർപോർട്ടുകളിൽ മാനുവൽ ചെക്ക് ഇൻ, ബോർഡിംഗ് പ്രക്രിയകൾ ഉണ്ടാകും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഈ പ്രതിസന്ധി എപ്പോഴേക്ക് പരിഹരിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്? വിമാന കമ്പനികൾ വിശദീകരിക്കുന്നത് എന്താണ് ബൽറാം? റിജിത്ത്, ആഗോളതലത്തിൽ തന്നെ മുൻപ് കാണാത്ത വിധമുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രതിസന്ധിയെയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും വലിയ തോതിൽ തന്നെ വിമാന സർവീസുകളെ ഒപ്പം തന്നെ ബാങ്കിംഗ് മേഖലയെയും ഈ പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നു. മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് സേവനങ്ങളുടെയും ആപ്പുകളുടെയും സാങ്കേതിക തകരാറാണ് ഇതിന് ഇടയാക്കിയിരിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ വിമാന കമ്പനികൾ പലതും നിലത്തിറക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഈ മൈക്രോസോഫ്റ്റിന്റെ ഈ ക്ലൗഡ് പ്രൊഡക്റ്റീവ് പ്ലാറ്റ്ഫോമായ 365ന്റെ സേവനങ്ങളെ ഉൾപ്പെടെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് വിമാന കമ്പനികളെ ഗുരുതരമായി തന്നെ ബാധിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ബുക്കിംഗ് ഒപ്പം തന്നെ ഓൺലൈൻ ചെക്കിംഗ് സേവനങ്ങളെയാണ് പ്രധാനമായും ബാധിച്ചിരിക്കുന്നത്. ഇത് നിലവിൽ ഇപ്പോൾ ഓൺലൈനായി വിമാന സേവനങ്ങളെ കുറിച്ച് യാതൊരു വിവരവും അറിയാത്ത സാഹചര്യമാണ് ഉള്ളത്. പല വിമാന കമ്പനികളും ഇതിനകം തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണക്കുറിപ്പ് ഇറക്കിക്കഴിഞ്ഞു. സ്പൈസ് ജെറ്റ് കൂടാതെ ഇൻഡിഗോ, ആകാശ തുടങ്ങിയ കമ്പനികൾ ഇതിനകം തന്നെ തങ്ങളുടെ ഓൺലൈൻ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചതായി അറിയിച്ചിട്ടുണ്ട്. അതേസമയം മാനുവൽ സേവനങ്ങൾ തുടരും എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും വിമാനത്താവളങ്ങളിൽ അതും ഇപ്പോൾ ലഭ്യമല്ല എന്നാണ് യാത്രക്കാർ അറിയിക്കുന്നത്. യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടായിരിക്കുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ ആഗോളതലത്തിൽ തന്നെ ശ്രമങ്ങൾ അതിതീവ്രമായി തുടരുകയാണ്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അർജുനു വേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന ഒരുപാട് പേരെ കാണാൻ കഴിയും. രക്ഷാദൗത്യം വേഗത്തിലാക്കണം, യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയും ഇല്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിന് ഏത് തലത്തിലുള്ള ഇടപെടൽ വേണോ അത് നടത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകർ. മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ അർജുൻ്റെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോയതായിരുന്നു. ഇനി മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴ തുടരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും ഇടവിട്ട് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. സംസ്ഥാനത്ത് ഓഗസ്റ്റ് 3 വരെ മഴ ശക്തമായി തുടരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. തുടർന്ന് നാളെയോടെ ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അറബിക്കടലിൽ വടക്കൻ കേരള തീരത്ത് ന്യൂനമർദ്ദം പാത്തിയും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സ്വാധീനത്തിൽ അടുത്ത 2 ദിവസം വടക്കൻ കേരളത്തിൽ ശക്തമായ കാറ്റും മഴയും തുടരാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടു വരുന്നത് ആശങ്കയാണെന്നും ഓഗസ്റ്റ് 3 വരെ സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ, ആന്ധ്രാപ്രദേശ് പിന്നെ തീരത്തിന്റെ സമീപത്ത് കൂടിയിട്ടുള്ള ന്യൂനമർദ്ദം അത് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അതോടൊപ്പം വടക്കൻ കേരളം മുതൽ ഗുജറാത്ത്, തെക്കൻ ഗുജറാത്തിന്റെ തീരം വരെ രൂപപ്പെട്ട ന്യൂനമർദ്ദം പാത്തുകൂടിയാകുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടുള്ള മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്നതിനാൽ ഇടുക്കി തൊടുപുഴയിലെ മണക്കാട് സ്റ്റേഷനിലും തൃശൂരിൽ കരുവന്നൂർ പാലക്കടവ് സ്റ്റേഷൻ, ഗായത്രി നദിയിലെ കൊണ്ടായി സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 24 തിരുവനന്തപുരം. വടക്കൻ കേരളത്തിൽ വ്യാപക മഴക്കെടുതി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കണ്ണൂർ പാനൂരിൽ KSEB ജീവനക്കാർ സഞ്ചരിച്ച ജീപ്പ് വെള്ളക്കെട്ടിലകപ്പെട്ടു. കാസർകോട്ടെ തീരദേശ മേഖലകളിൽ കടലാക്രമണം ശക്തമാണ്. വടക്കൻ കേരളത്തിൽ മഴ ദുരിതങ്ങൾക്ക് അറുതിയില്ല. കണ്ണൂരിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. മലയോര മേഖലയിലെ പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ്. കണ്ണൂരിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പാനൂരിൽ വൈദ്യുതി ലൈനിലെ തകരാർ പരിഹരിക്കാൻ പോയ KSEB ജീവനക്കാർ സഞ്ചരിച്ച വാഹനം ഒഴുകിപ്പോയി. വാഹനത്തിലുണ്ടായിരുന്ന 3 ജീവനക്കാരെയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഇരിട്ടി തളിപ്പറമ്പ് റോഡിൽ മണ്ണിടിഞ്ഞു. പാലക്കാട് ആലത്തൂർ തോണിപ്പാടത്ത് കനത്ത മഴയിൽ വീട് തകർന്നു. കാസർഗോഡ് തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. പുത്തികെ പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. നീലേശ്വരത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയെന്നാണ് നിഗമനം. കോഴിക്കോട് മുക്കം അഗസ്ത്യമൂഴി കൈതപ്പൊയിൽ റോഡ് വിണ്ടുകീറി. നവീകരണം നടക്കുന്ന റോഡാണ്. 30 മീറ്ററോളം ദൂരത്തിൽ വിണ്ടുകീറിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. പകർച്ചവ്യാധി വ്യാപനത്തിനിടെ സംസ്ഥാനത്തെ ഹോട്ടലുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് പരിശോധനയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. 2 ദിവസത്തെ രഹസ്യ ഡ്രൈവിൽ 107 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. പകർച്ചപ്പനിയിൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് 24നോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് കോളറ വ്യാപനമുണ്ടായത് കെയർ ഹോമിലെ വെള്ളത്തിൽ നിന്നെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി. സംസ്ഥാനത്ത് ഈ മാസം ഇതുവരെ കോളറ സ്ഥിരീകരിച്ചത് 13 പേർക്ക്. 12 പേരും തിരുവനന്തപുരത്താണ്. നെയ്യാറ്റിൻകരയിൽ കോളറ വ്യാപനമുണ്ടായ കെയർ ഹോമിൽ വെള്ളത്തിൽ നിന്നാണ് വ്യാപനമുണ്ടായതെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കോളറയുമായി ബന്ധപ്പെട്ട് അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെ എന്നാണ് അവിടെ അത് ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ച് അതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ കൂടി ആരോഗ്യവകുപ്പ് നടത്തുകയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും രഹസ്യ പരിശോധന തുടരുകയാണ്. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ജീവനക്കാർക്ക് മന്ത്രിയുടെ അന്ത്യശാസന. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് കാർഡില്ലാതെ വരുന്നുണ്ട്. അപ്പോൾ അവരെ വീണ്ടും പുതുതായിട്ട് ജോലിക്ക് എടുക്കുന്നു, അവർക്ക് കാർഡില്ല. അപ്പോൾ ഇതൊരു സമയം കൂടി കൊടുക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഒരു അടുത്ത 4-5 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് ഇല്ലാതെ ഒരാളും ഒരു ഹോട്ടലിലും ഒരു റെസ്റ്റോറൻറ്റിലും ഒരു ഭക്ഷണശാലയിലും പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു 4-5 ആഴ്ച എന്ന് വെച്ചാൽ വലിയൊരു പീരീഡാണ്. എന്നിരുന്നാൽ പോലും അത് നൽകുകയാണ്. അതിനുള്ളിൽ ഇത് ചെയ്യണം. ഡെങ്കി, എലിപ്പനി കേസുകളിൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും അഡ്മിറ്റ് ആകുന്നത് ചെറിയ ശതമാനം ആളുകളെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പകർച്ചപ്പനി പടരുന്ന പശ്ചാത്തലത്തിൽ സ്വയം ചികിത്സ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ഇപ്പോഴൊരു പുതിയ വിവരം പുറത്തുവരുന്നത് മണ്ണിടിച്ചിലുണ്ടായ കർണാടകയിലെ അങ്കോലയിൽ രക്ഷാപ്രവർത്തനത്തിനായി നാവികസേനയുടെ 8-അംഗ സംഘം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഡ്രൈവർമാരുടെ വിദഗ്ധ സംഘമാണ് എത്തിയിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട്ടുന്നതിന്റെ പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും, വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അഭിജിത്ത്, വിവരങ്ങൾ എന്താണ്? അഭിജിത്ത്,
ടി കെ, ശുഭസൂചകമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. നേവിയുടെ 8-അംഗ സംഘം ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. അങ്ങനെയെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി, കൂടുതൽ ഊർജിതമായി ഈ വരും മിനിറ്റുകളിൽ തന്നെ, വരും മണിക്കൂറുകളിൽ തന്നെ പുരോഗമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേവിയുടെ വിദഗ്ധരായ സംഘമാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. ഈ മണ്ണ് മാറ്റൽ അടക്കമുള്ള കാര്യങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. ഈ അർജുന്റെ വാഹനം കുടുങ്ങിക്കിടക്കുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തെ മണ്ണ് മാറ്റുക എന്നുള്ളതാണ് വെല്ലുവിളി നിറഞ്ഞ ദൗത്യം. അത് ഈ നേവിയുടെ വിദഗ്ധ സംഘം അത് അത്ര സമയമെടുക്കാതെ, വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ കാര്യങ്ങൾ നടത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ഏതായാലും ഈ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഊർജിതമായി വരും മിനിറ്റുകളിൽ പുരോഗമിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ടി കെ. ശരി, അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. രക്ഷാദൗത്യത്തിന്റെ പുതിയ ചില ദൃശ്യങ്ങൾ കൂടി, ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അർജുൻ അടക്കമുള്ളവരെ, കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അവിടെ നടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരവും ആശ്വാസകരമായ വിവരമാണത്. രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു നാവികസേനയുടെ 8-അംഗ സംഘം എന്നുള്ളതാണ്. ആ 8-അംഗ സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യും അവർ. അതിനിടയിലും ചില പരാതികളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് ആവശ്യത്തിനുള്ള രക്ഷാദൗത്യത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ അവിടെ ഇപ്പോഴും ഒരുക്കിയിട്ടില്ല, ഇത്ര ദിവസമായിട്ടും ഒരുക്കിയിട്ടില്ല എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. അതിനേക്കാളൊക്കെ പ്രധാനം ഈ ഘട്ടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ കൂടുതലായി അവിടേക്ക് ഒരുക്കട്ടെ. അർജുൻ്റെ കാര്യത്തിലാണെങ്കിൽ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദം ശക്തമാകുന്നുണ്ട്. ഇപ്പോൾ ഒടുവിലായി പുറത്തു വന്ന ചില ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു. വനംവകുപ്പിനെതിരെ വെല്ലുവിളി തുടർന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. പന്നിയെ വെടിവെച്ചു കൊന്ന് കഴിച്ചവർക്കെതിരെ കേസെടുക്കാൻ വന്നാൽ കൈകാര്യം ചെയ്യും എന്നാണ് പരാമർശം. കലഞ്ഞൂർ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് CPIMന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലായിരുന്നു പരാമർശം. ഞങ്ങൾ പന്നിയെ വെടിവെക്കും, അത് കഴിക്കാൻ കഴിയുന്നവർ കൊണ്ടുപോയി കഴിക്കും. നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെയും ഞങ്ങൾ നേരിടും. അങ്ങനെ മനുഷ്യൻ ഇതിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. മറ്റു യാതൊരു മനുഷ്യൻ നാട് വിട്ടു പോകില്ലേ, സ്ഥലം വിട്ടു പോകില്ലേ. പന്നിയെ വെടിവെച്ചുകൊന്ന് പാചകം ചെയ്ത് കഴിച്ച 2 പേരെ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരുന്നു. ഇതാണ് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിനെ പ്രകോപിപ്പിച്ചത്. പന്നിയെ ഇനിയും വെടിവെക്കുമെന്നും പാചകം ചെയ്ത് കഴിക്കുമെന്നും വീണ്ടും ആവർത്തിക്കുന്നു CPIM ജില്ലാ സെക്രട്ടറി. പന്നിയെ വെടിവെച്ച പിന്നെ അവരെന്ത് വേണമെന്നാ പറയുന്നത്? അതിനെ പിന്നെ ഞങ്ങൾ മണ്ണെണ്ണ വാങ്ങിക്കാൻ നടക്കണം. അതന്ത്രം മനുഷ്യന് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ മനുഷ്യൻ കഴിക്കുമോ? അത് വന്യജീവി ആക്രമണങ്ങളിൽ വനംവകുപ്പ് നിസ്സംഗ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ച CPIM നേതൃത്വത്തിൽ കലഞ്ഞൂർ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു KP ഉദയഭാനുവിന്റെ പരാമർശം. 24 പത്തനംതിട്ട. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിന് ശുപാർശ നൽകിയ കത്ത് ചോർന്നതിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. മാധ്യമങ്ങൾക്ക് കത്ത് ചോർന്നത് എങ്ങനെയെന്ന് ജയിൽ വകുപ്പും പോലീസും അന്വേഷിക്കും. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നാണ് നിർദ്ദേശം. ഹൈക്കോടതി വിധി മറികടന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സജിത്ത് തുടങ്ങിയവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള ശുപാർശ ചോർന്നതിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത്. സർക്കാർ നൽകിയ ശുപാർശക്കത്ത് മാധ്യമങ്ങൾക്ക് ചോർന്നു നൽകിയത് എങ്ങനെയാണെന്നാണ് പരിശോധിക്കേണ്ടത്. അതീവ രഹസ്യമായി ജയിൽ വകുപ്പ് തയ്യാറാക്കി സർക്കാരിന് നൽകിയ പട്ടിക ചോർന്നതിൽ വീഴ്ചയുണ്ടായെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ജയിൽ വകുപ്പും പോലീസും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കും. ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ ജയിൽ വകുപ്പ് DIGയും പോലീസുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ കണ്ണൂർ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് പോലീസും അന്വേഷിക്കും. 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയും ഉണ്ടാകും. അരുൺ രാജ്, 24 കൊല്ലം. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ നൽകണമെന്ന് ആവർത്തിച്ചു മാതാവ്. വധശിക്ഷ സ്റ്റേ ചെയ്ത സുപ്രീം കോടതി നടപടി പ്രതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്നും മാതാവ് 24നോട് പറഞ്ഞു. പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് നിയമമന്ത്രി P രാജീവ് പ്രതികരിച്ചു. വധശിക്ഷ സ്റ്റേ ചെയ്ത സുപ്രീം കോടതി തീരുമാനം അംഗീകരിക്കാനാവില്ല. അമീറുൽ ഇസ്ലാമിനെ തൂക്കുകയർ ലഭിച്ചാൽ മാത്രമേ തന്റെ മകൾ നേരിട്ട കൊടിയ പീഡനത്തിന് നീതി ലഭിക്കൂ എന്ന് മാതാവ് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും മാതാവ്. അവനത് എത്രയും വേഗം തൂക്കിക്കൊല്ലണമെന്ന് 2 പ്രാവശ്യം വിധി വന്നതാ. എനിക്ക് ശിക്ഷ നടപ്പിലാക്കണം. എൻ്റെ കുഞ്ഞ് തിന്ന വേദന അതിലിരട്ടി അവർ തിന്നണം. അതെനിക്ക് കാണണം. അതിനു വേണ്ടിയാണ് ഈ മഞ്ഞും വെയിലും എല്ലാം കൊണ്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിന് വേണ്ടി. അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്ത നടപടി സാധാരണമെന്ന മന്ത്രി P രാജീവ്.
പരമാവധി ശിക്ഷ നൽകണമെന്ന നിലപാട് സർക്കാർ സുപ്രീം കോടതിയിലും സ്വീകരിക്കും. അത് സർക്കാർ ശക്തമായി തന്നെ കേസിൽ മുന്നോട്ട് പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേസ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അത് സ്റ്റേ ചെയ്തില്ലെങ്കിൽ പിന്നെ സാധാരണഗതിയിൽ എല്ലാം വധശിക്ഷയല്ലേ. കാരണം അത് നടപ്പിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ കേസ് പരിഗണിക്കും, അതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ സാധാരണ നടപടിക്രമമായിട്ടാണ് അത് വരുന്നത്. കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ പ്രതി അമറുൽ ഇസ്ലാം നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഉത്തരവ്. കേസിൽ അന്തിമ വിധി ഉണ്ടാകുന്നതുവരെയാണ് വധശിക്ഷയ്ക്ക് സ്റ്റേ എന്ന് കോടതി വ്യക്തമാക്കി. പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച പ്രതിയുടെ മാനസിക നില പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും തൃശൂർ ജയിൽ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. മാലിന്യം പേറുന്ന തോടുകളും പുഴകളും 24 വാർത്താ പരമ്പര കണ്ണു തുറക്കൂ കാണൂ. മാലിന്യത്തിൽ വീണ ഒരു ജീവൻ പൊലിഞ്ഞിട്ടും പാഠം പഠിക്കാത്തവരാണ് നമ്മുടെ ഭരണകർത്താക്കൾ. മലപ്പുറത്ത് തോട്ടിലും റോഡിലും സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പോലും മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. മഴ ശക്തമായതോടെ മാലിന്യം വിവിധയിടങ്ങളിലേക്ക് പരന്നൊഴുകുന്ന കാഴ്ചയാണ് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്ന് കാണാൻ കഴിയുക. റിപ്പോർട്ടിലേക്ക്. എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് നമ്മൾ മലയാളികളെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകൾ. മാലിന്യം കുന്നുകൂടുന്നതിനെതിരെ ഉദ്യോഗസ്ഥരെയും നമ്മുടെ സംവിധാനങ്ങളെയും നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ആരാണ് എന്നുള്ളത് നാം ഓരോരുത്തരും ഓർക്കണം. മലപ്പുറം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. മാലിന്യം മല പോലെ കുന്നുകൂടുകയാണ്. കനാലിലേക്കും തോട്ടിലേക്കുമെല്ലാം മാലിന്യം വലിച്ചെറിഞ്ഞ് തോടിന്റെ സുഗമമായ ഒഴുക്ക് നിലച്ച മട്ടാണ്. മലപ്പുറം എടവണ്ണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തോടായ വലിയ തോട്ടിലെ മാലിന്യ കൂനയാണ് നമ്മൾ ഈ കാണുന്നത്. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തി നേരത്തെ നടത്തിയിരുന്നെങ്കിലും നിലവിൽ എല്ലാം നിലച്ച മട്ടാണ്. കാരണം ഇതിനൊരു പ്രതിവിധി ഉണ്ടാവണം. കാരണം ഇത് നമ്മുടെ സംരക്ഷിക്കേണ്ട നമ്മുടെ തോട് നമ്മൾ തന്നെ അത് വൃത്തിയായിട്ട് കൊണ്ടുപോകേണ്ട ചുമതല അത് നമുക്കുണ്ട്. ഒരുപാട് കുടിവെള്ള സ്രോതസ്സുള്ള ചാലിയാറിന്റെ കൈവരി തോടാണത്. ഇതില് ഈ രാത്രിയുടെ മറവില് ആൾക്കാർ മാലിന്യങ്ങൾ എറിഞ്ഞ് ആകെ വൃത്തികേടാക്കിയാണ്. ഇത് കുറെ കാലമായി ഇങ്ങനെ കിടക്കുന്നത്. ഈ മാലിന്യം ചെന്നു ചേരുന്നത് മീറ്ററുകൾക്കപ്പുറത്തുള്ള ചാലിയാറിലാണ്. രാത്രിയുടെ മറവിലാണ് തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇതിൽ കൂടുതൽ. അഴുക്കുചാലിലും കനാലിലുമെല്ലാം മാലിന്യം കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ അടിയന്തര പ്രാധാന്യത്തോടെ ശ്രദ്ധ പതിയേണ്ട മറ്റൊരു കാഴ്ചയാണ് ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന കാഴ്ച. നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയാണ്. ഈ വേളയിൽ നിലമ്പൂർ നഗരസഭാ കോമ്പൗണ്ടിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് കുന്നുകൂടി കിടക്കുന്നത്. ദിവസങ്ങളോളം നഗരസഭാ പരിസരത്ത് സൂക്ഷിച്ച ശേഷമാണ് ഈ മാലിന്യം ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടു പോകുന്നത്. മഴ ശക്തമായതോടെ മാലിന്യങ്ങൾ നിറച്ച പ്ലാസ്റ്റിക് ചാക്കുകൾ പൊട്ടിയൊലിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾക്കിടയിൽ പാമ്പ്, എലി എന്നീ ഇഴജന്തുക്കളും കൊതുക് ശല്യവും രൂക്ഷമാണ്. ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. ശുചീകരണ തൊഴിലാളിക്കായി അഴുക്കുചാലിലും വയോധികരെ രക്ഷിക്കാൻ കുത്തൊഴുക്കിലും ഇറങ്ങിയ അഗ്നിരക്ഷാ സേനയാണ് ഇപ്പോഴത്തെ താരം. ജീവൻ പണയപ്പെടുത്തി മാൻഹോളിലും വെള്ളച്ചാട്ടങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് പക്ഷേ പരിരക്ഷ വട്ടപൂജ്യമാണ്. പ്രത്യേക ഇൻഷുറൻസോ ഡ്രൈ സ്യൂട്ടോ ഇവർക്കില്ല. അതിനു പുറമെ പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് ഇതുവരെ ലഭിച്ചിരുന്ന നികുതി ഇളവും സർക്കാർ ഒഴിവാക്കി. വാഴ്ത്തുപാടലുകൾക്ക് എപ്പോഴും ആയുസ് കുറവാണ്. അഭിനന്ദനങ്ങൾക്കപ്പുറം ആവശ്യങ്ങൾ തിരസ്കരിക്കപ്പെടും. അതിനുദാഹരണമാണ് കേരളത്തിലെ അഗ്നിരക്ഷാ സേന.
ആമയിടഞ്ചാൻ തോട്ടിൽ ജോയിക്കായി നടത്തിയ സമാനതകളില്ലാത്ത തിരച്ചിലും ചിറ്റൂരിലെ കുത്തൊഴുക്കിൽ ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനവും കേരളം കണ്ടതാണ്. കേരളത്തിൽ അഗ്നിരക്ഷാ അംഗങ്ങൾക്ക് റിസ്ക് അലവൻസായി പ്രതിമാസം ലഭിക്കുന്നത് 200 രൂപയാണ്. ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യുന്ന സ്കൂബ ടീം അംഗങ്ങൾക്ക് പ്രതിമാസം 700 രൂപയും. മെഡിസപ്പൊഴികെ ആർക്കും പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷയില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ വെള്ളം അകത്ത് കയറാതെയുള്ള ഡ്രൈ ഡേ സ്യൂട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഇപ്പോഴും വെറ്റ് സ്യൂട്ടാണ്. തീർന്നിട്ടില്ല. പോലീസ് സേനയ്ക്ക് ലഭിച്ചിരുന്ന ക്യാൻറ്റീൻ സൗകര്യം നേരത്തെ ഫയർഫോഴ്സിനും കിട്ടിയിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ആ ഇളവും എടുത്തു കളഞ്ഞു. അങ്ങനെ അടിമുടി അവഗണനയാണ് നമ്മുടെ ജീവൻ രക്ഷാ സേനയോട് സർക്കാരിന്. കഴിഞ്ഞ 2-3 ദിവസമായി കേരളം വാഴ്ത്തപ്പെടുന്ന അഗ്നിരക്ഷാ അംഗങ്ങൾക്ക് തന്നെയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും അവഗണിക്കുന്നത്. വലിയ പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുന്നതിനപ്പുറം ഈ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണമെന്നാണ് അവരും ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. കർണാടകയിലെ അങ്കോലയിലെ രക്ഷാദൗത്യത്തിന്റെ അർജുനായുള്ള തിരച്ചിലിന്റെ പുരോഗതി എന്താണ് എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ മണ്ണിടിച്ചിലുണ്ടായ അപകട മേഖലയിലേക്ക് നാവികസേനയുടെ 8-അംഗ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. അതിന്റെ പുതിയ വിവരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, പുതിയ വിവരങ്ങൾ എന്താണ്? രക്ഷാദൗത്യം ഈ ഘട്ടത്തിൽ എങ്ങനെ? ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം 8-അംഗ നേവി നാവികസേനാംഗങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. 8 പേർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ വിദഗ്ധ സംഘമാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. ഈ തിരച്ചിലിന് ഇനി അവർ നേതൃത്വം നൽകുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ പ്രാദേശികമായ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് NDRFന്റെ അടക്കം സഹായത്തോടെ മാത്രമാണ് അവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നു വന്നിരുന്നത്. അതൊരിക്കലും കാര്യക്ഷമമായ ഒരു രക്ഷാപ്രവർത്തനമല്ല എന്നുള്ള ഒരു ആരോപണം, പരാതിയൊക്കെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ഒരു അപകടമുണ്ടായത്. അതിനുശേഷം ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ മണ്ണിനടിയിൽ ഈ അർജുന്റെ വാഹനം കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് കേവലം 2 ഹിറ്റാച്ചികളോ JCBകളോ മാത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റി പുറത്തെടുക്കാൻ സാധിക്കുന്നതല്ല. ആ ഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണം എന്നുള്ളൊരു ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. നിലവിൽ ആ രീതിയിലുള്ള ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നേവിയുടെ ഒരു സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ അവിടെ ഈ മണ്ണ് ഇടിഞ്ഞ മേഖലയിൽ, ആ മൺകൂന ഉണ്ടായിരിക്കുന്ന മേഖലയിലൊക്കെ തന്നെ അവർ സന്ദർശനം നടത്തുകയാണ്. ഏതൊക്കെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിനുള്ള മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ അവർ ഒരു പ്രാഥമികമായ രീതിയിലുള്ള ഒരു പരിശോധന അവിടെ നടത്തുകയാണ്. അതിനുശേഷമായിരിക്കും ഈ മണ്ണ് മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് അവർ കടക്കുക. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ തന്നെ മഴ അവിടെ ശക്തിയായി പെയ്യുന്നുണ്ട്. അതൊരു പ്രതികൂല ഘടകമാണ് എന്നുള്ള കാര്യമാണ് നേരത്തെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവർ വ്യക്തമാക്കിയത്. അതാണ് ഈ അർജുൻ കുടുങ്ങിക്കിടക്കുന്ന മൺകൂന മാറ്റുന്നതിൽ തടസ്സമെന്നും അവർ അറിയിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ കൂടുതൽ സംവിധാനങ്ങളെ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാക്കണം, കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു എല്ലാവരുടെയും ആവശ്യം, കുടുംബത്തിന്റെ ആവശ്യം. ഏതായാലും ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. നേവി അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ 24-ൽ കാണുന്നത്. ആ നേവിയുടെ സംഘം, 8-അംഗ സംഘം അവിടേക്ക് എത്തി. അവിടെ ഒരു പ്രാഥമികമായ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അല്പം ഭീതി ഉണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ് അവിടെ ഉള്ളത്. ഈ ദേശീയപാതയ്ക്ക് സമീപത്ത് മണ്ണിടിഞ്ഞ് വീണ് ഇത് അവിടെ സാധാരണ രീതിയിൽ ആ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണിത്. ആ രീതിയിൽ വിശ്രമിച്ചവരാണ് ഈ രക്ഷാദൗത്യത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേവി സംഘവും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ശക്തമായ മഴ ഇപ്പോഴും ആ മേഖലയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. ചെറിയ രീതിയിലല്ല, വലിയ തോതിൽ തന്നെ ഒരു മണ്ണ് മല തന്നെ ഇടിഞ്ഞ് താഴേക്ക് വന്ന സാഹചര്യമുണ്ട്. വെള്ളം കുത്തിയൊലിച്ച് താഴേക്ക് ഇറങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിനിടയിൽ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വളരെ പ്രധാനപ്പെട്ട രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ മണിക്കൂറിൽ ഈ സംവിധാനങ്ങൾ അതിന് പര്യാപ്തമാണോ അഭിജിത്ത്?
നിലവിൽ നേവിയുടെ സംഘം അവിടേക്ക് എത്തി എന്നുള്ളത് തന്നെ ഏറെ ആശ്വാസകരമാണ്. കാര്യം തീരെ അതായത് ഈ രക്ഷാപ്രവർത്തനത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടന്നു വന്നിരുന്നത്. മണ്ണ് മാറ്റുന്നതിലടക്കം ഒരു കാര്യക്ഷമത ഉണ്ടായിരുന്നില്ല. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടപടികളും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിലവിൽ നേവി അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചാണ് മണ്ണു നീക്കൽ പ്രവർത്തനങ്ങൾ ഇനി അവിടെ പുരോഗമിക്കുക എന്നുള്ളത് നാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. വിദഗ്ധ സംഘമാണ് എത്തിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ വൈദഗ്ധ്യം നേടിയ സംഘം അവിടേക്ക് എത്തിയിരിക്കുന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഇനി മണ്ണു നീക്കൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ മഴ ഒരു തടസ്സമായി മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ മഴയെ അതിജീവിച്ചുകൊണ്ടുള്ള ഏതൊക്കെ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവരുടെ കൈവശമുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ ഇനി മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മണ്ണ് നീക്കുക, മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന വാഹനം, ഈ അർജുന്റെ വാഹനം പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന കൊടുക്കുന്ന കാര്യം. അതിൽ ആ ഒരു കാര്യം തന്നെ നിലവിൽ നേവിയുടെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ് നാം ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കുടുംബവും ആ രീതിയിലുള്ള ഒരു മറുപടിയാണ്, ആ രീതിയിലുള്ള ഒരു വിവരമാണ്, പ്രതികരണമാണ് നിലവിൽ നമ്മളുമായി സംസാരിക്കുമ്പോൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും അങ്കോലയിലെ തെരച്ചിലിന്റെ രക്ഷാദൌത്യത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നാവികസേനയുടെ 8 അംഗ സംഘം കൂടി അവിടെ എത്തിയിട്ടുണ്ട്. അവർ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഏത് തരത്തിലാണ് അവിടെ നിന്ന് മണ്ണ് മാറ്റേണ്ടത്, തുടർ നടപടികൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യം ആ സംഘം വിലയിരുത്തുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഓണം പൊടിപിടിക്കാൻ പ്രമുഖ വസ്ത്രനിർമ്മാതാക്കളായ MCR ഒരുങ്ങിക്കഴിഞ്ഞു. ഡീലേഴ്സിന്റെ ഫാമിലി മീറ്റോടെയാണ് ഓണം വിപണനോത്സവം ആരംഭിച്ചത്. പരിസ്ഥിതി സൗഹാർദ്ദമായ തുണിത്തരങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് MCR ചെയർമാൻ MC റോഷൻ പറഞ്ഞു. ഓണവിപണിയിൽ തരംഗം തീർക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് MCR. പരിസ്ഥിതി സൗഹൃദ വസ്ത്രനിർമ്മാണത്തിന്റെ പുതിയ ചരിത്രം രചിച്ചുകൊണ്ടാണ് ഇക്കുറി ഓണത്തെ വരവേൽക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് നൂല് നിർമ്മിച്ച് ടീഷർട്ട്, ട്രാക്ക് സൂട്ട് തുടങ്ങിയ മനോഹരമായ ഉടുപ്പുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. വസ്ത്രനിർമ്മാണ രംഗത്തെ ഈ പുതിയ ചരിത്രത്തെക്കുറിച്ച് MCR ഗ്രൂപ്പ് ചെയർമാൻ MC റോബിൻ 24നോട് പറഞ്ഞതിങ്ങനെ: പ്ലാസ്റ്റിക് മലിനീകരണം ഈ ഭൂമിയുടെ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പ്ലാസ്റ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വേസ്റ്റ് വാട്ടർ ബോട്ടിലുകളെ ശേഖരിച്ച് അതിനെ പൊടിയാക്കി ഉരുക്കി അതിൽ നിന്നെടുക്കുന്ന നൂല് കൊണ്ട് നെയ്തെടുത്ത് ടീഷർട്ടുകളും ഷർട്ടുകളും നൈറ്റ് പാൻറ്റുകളും ഞങ്ങൾ വിപണിയിൽ ഇന്ന് ഡീലേഴ്സ്മാരുടെ ഇടയിൽ ഞങ്ങൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്നു. പുത്തൻ സാങ്കേതിക വിദ്യകളിലൂടെയുള്ള ഇത്തരം വസ്ത്രങ്ങൾ ശരീരത്തിന് പ്രശ്നമാകുന്നില്ലെന്ന് പരിശോധനയിലൂടെ ഉറപ്പിച്ച ശേഷമാണ് വിപണിയിലേക്ക് ഇറക്കുന്നതെന്നും MC റോബിൻ പറഞ്ഞു. ഈ ഫാബ്രിക്കുകൾ സ്മൂത്ത് കിട്ടാൻ വേണ്ടി നമ്മളൊരു 40% കോട്ടൺ മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് ഫിനിഷിങ് കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. സ്കിന്നിന് ഏതൊരു അലർജിയില്ല, എൻവിറോൺമെൻറ്റ് ഫ്രീ ആണ്. ഇത് എക്കോ ഫ്രണ്ട്ലി എന്ന പേരിലാണ് ഈ പ്രോഡക്റ്റുകൾ ഞങ്ങൾ വിപണിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നിൽക്കുന്നത്. ഓണത്തിന് മുന്നോടിയായുള്ള MCRന്റെ ഡീലേഴ്സ് ഫാമിലി മീറ്റ് കോഴിക്കോട് നടന്നു. 100 കണക്കിന് MCR കുടുംബാംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. 24 കോഴിക്കോട്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്.